ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസം കുറച്ചധികം തിരക്കുകളായി പോയി സുഹൃത്തുക്കളെ. അതാണ് വീഡിയോസ് ഒന്നും ഇല്ലാണ്ടിരുന്നത്. ആ തിരക്കിൻ്റെ ക്ഷീണം കാരണം നമ്മൾ എണീറ്റപ്പോൾ തന്നെ ഒരു ഉച്ചരയൊക്കെയായി. എണീറ്റ് വന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ആ വീഡിയോ കാണുന്നത്. അതായത് നമ്മുടെ ബബ ട്രെയിലർ റിലീസായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ നോക്കുമ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ് ആൾക്കാർ ഈ ട്രെയിലർ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തത്. അപ്പോൾ പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്കും റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആർട്ടിസ്റ്റിനെയും രണ്ട് രീതിയിൽ കാണണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ മൈക്കിൾ ജാക്സന്റെ അല്ലെങ്കിൽ അതിന് മുന്നേ തൊട്ടുള്ള കാലത്ത് തന്നെ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും ചർച്ചകളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ പല ആളുകൾക്കും ദിലീപ് അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ ബോയ്ക്കോട്ട് ദിലീപ് സിനിമ അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമകൾ ഇനി കാണില്ല, അങ്ങനെ കുറെ ആളുകൾ കമന്റ് ഇടുന്നതായിട്ടൊക്കെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ കൂടുതലും കലയെ ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ആർട്ടിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ സിനിമകളെയും ഈ ഒരു ട്രെയിലറിനെയൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം പലർക്കും പല പെർസ്പെക്റ്റീവ് ഉണ്ടായിരിക്കും. എന്താണെങ്കിലും നമുക്ക് ആ ഒരു ട്രെയിലർ കാണാൻ സുഹൃത്തുക്കളെ. റേഡിയോ കൊള്ളാമല്ലോ. കാരണം ഇപ്പൊ ഈ നാട്ടിൽ മുക്കിലും മൂലയിലും വരെ എന്റെ മുഖചിത്രമാണ്. സത്യം, വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുക. നമ്മളൊരാളോട് തല പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ തന്നിമത്ത കെട്ടി വെൽക്കം ടു മാഡ്നസ്. ഏത് തോക്കക്കാരേത്? ഈ പുള്ളിയുണ്ടോ? ഇത് മറ്റേ നമ്മുടെ CD മൂസയിലെ കാറല്ലേ ഇത്? മോനെ, മറ്റേ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് വിനീത് ശ്രീനിവാസൻ ചെയ്തത്. പക്ഷെ ഒറിജിനൽ മുകുന്ദനുണ്ണി, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി നമ്മുടെ ഇല്ല സിനിമയൊക്കെ ഏതായിരുന്നേ, നമ്മുടെ ഇത് മീശമാധവനകത്തിലെ രണ്ടും കൂടെ കൊളാബ. ഓ, മറ്റേ ഇടയ്ക്ക് നല്ല ട്രോളായിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേവ്ജിയുടെ സാധനം. ഷോ എന്ന് പറഞ്ഞപ്പോഴേ ചായ ഗ്ലാസ് എടുത്തല്ലേടെ ഇപ്പം പോക്കറ്റിനകത്തോട്ട് വെച്ചേക്കുന്നേ, അതെന്ത് സംഭവം? പിന്നെ അതിലെ കുറച്ച് ഡയലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചില കാര്യങ്ങളായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് ബാക്കി കാണാം. ഓ, ജനപ്രിയ നായകൻ ദിലീപ്, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ ആൻഡ് മോനെ അച്ചരിവ് തന്നെ ധാരാളം. ലുക്കടാ, ദ റിയൽ ഓജി മോഹൻലാൽ. സീന് എന്റെ മോനെ, ഇജാതി സാധനോടെ. സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ, ഈ ട്രെയിലറിനകത്ത് കണ്ട് സംഭവം എല്ലാ പരിപാടി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സംതിങ് മാഡ്നസ് ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്താണ് മാഡ്നസ് എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പടം മറ്റേ കംപ്ലീറ്റ് ഒരു എൻ്റർടൈനർ സാധനമാണെന്നാണ് ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നിയേക്കുന്നൊരു സാധനമേ. ഇനിയിപ്പം അങ്ങനെയാവാം, അങ്ങനെയല്ലാതെ അവർക്ക് എന്തായാലും പടം വന്നാലും നമുക്കറിയില്ല. ബട്ട് ലാലേട്ടൻ്റെ ഇല്ലേ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, രാവിലെ എണീറ്റപ്പോഴേ നമ്മൾ ഉച്ചയായപ്പോൾ എണീറ്റപ്പോഴേ നമ്മൾ ഇതൊരു ട്രെയിലർ വന്ന് കണ്ടു എന്നുള്ള സംഭവം. അപ്പോൾ ഈ ലാലേട്ടൻ്റെ ഈ മുണ്ടിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, ഈ കസവ് ഇങ്ങനെ കിടന്നിട്ട് ലാലേട്ടൻ മുണ്ടെടുക്കുന്ന ഒരു പ്രത്യേക ഒരു സ്റ്റൈലാണ്, പ്രത്യേക ഒരു ഭംഗിയാണ്. വേറെ ആരെടുത്താലും അത്ര ഒരു ഭംഗിയുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പം അങ്ങനെ ലാലേട്ടൻ്റെ ഒരു മുണ്ടിൻ്റെ ഒരു സാധനം കാണുമ്പോൾ തന്നെ ലാലേട്ടനാന്ന് മനസ്സിലായി. എന്നിട്ട് ഇത് എന്നെ ലുക്കടി ഇങ്ങേര് പിന്നെ പ്രായം കുറഞ്ഞു തരുന്ന കാര്യം. അടിപൊളിയായിട്ടുണ്ട് ലാലേട്ടൻ്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം മറ്റേ ഈ തോളൊക്കെ ചരിച്ചിട്ട് ഈ ബാക്കിൽ നിന്നുള്ള ഒരു ഷോട്ടില്ല, മറ്റേ നമ്മുടെ ബിഗ് ബോസിലെ ഈ കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ പ്രൊമോയ്ക്കകത്തായിരുന്നു ഇങ്ങനെ ചരിച്ചിട്ടുള്ള ഒരു 7 ഒക്കെ ഇട്ടിട്ട് പോയേക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു, അതുപോലൊരു സാധനം. എന്നിട്ട് ഇവർ ഒരുമിച്ച് അതിന് നിങ്ങളെന്ന് പറഞ്ഞില്ല മറ്റേ ആ ഒരു CD മൂസയിലെ കാറ്. എന്തൊക്കെയാണ് ഇത് ദ റിയൽ ഓജി മോഹൻലാൽ. ഓഫ്, സീന് കണ്ടിട്ട് തന്നെ ഭയങ്കര ഒരു സാധനം. ഈ കമന്റ് സെക്ഷൻ നമുക്ക് നോക്കാം. പുള്ളിയുടെ കംബാക്കിന് വേണ്ടി നേരത്തെ പടം വരെ എടുത്തു വെച്ചിരിക്കുന്നു. ഇന്ത നട പോതുമാ ഇന്നം കൊഞ്ച് വേണം. സത്യം, അത് എന്നെ സാധനമല്ലേ ലാലേട്ടൻ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ.
ദേവൻ ഫേമസ് ഡയലോഗ് അതിപ്പോൾ പറയാൻ കഴിയില്ല. അതിൻ്റെ കൂടെ മറ്റേ സിദ്ദിഖിൻ്റെ ഡയലോഗ് വേണമായിരുന്നു, എൻ്റെ 3 കോടി നഷ്ടപ്പെട്ട 3 കോടി തിരച്ചെടുക്കാൻ 5 കോടി മുടക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്ന പോലെ ഇതും കൂടി 5-6 തവണ കാണുന്നവരുണ്ടോ എന്നെ പോലെ. സീരിയസ്ലി ഇത് പിന്നെ വേർത്ത് വാച്ചിങ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ട്രെയിലർ കട്ട് ചെയ്ത് ആരാണോ അവന് കൊടുക്കുന്ന ബിഗ് സാല്യൂട്ട്. കാര്യം അമ്മാര് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒന്നിച്ചാൽ ബ്ലാസ്റ്റ് ലാലേട്ടൻ ഫാൻസ് ഉണ്ട് ഇവിടെ, അഴിഞ്ഞാട്ടം തുടങ്ങിയല്ലോ. അതായിരുന്നു ഞാൻ കാത്തിരുന്ന എൻ്റെ കംബാക്ക് മൊമെന്റ്. ഒന്നിൽ കൂടുതൽ കണ്ടവരുണ്ട്. CID മൂസ കാർ ഫാൻസ് അസംബിൾ. ഇതാണ് ഞാൻ കാത്തുനിന്ന കംബാക്ക്. ദിലീപ് ഈസ് നോട്ട് സിംപ്ലി ആക്ട്, ഹീസ് ജസ്റ്റ് ലിവിങ് ഇൻ ദാറ്റ് ക്യാരക്ടർ. പ്യുവർ ഗൂസ് ബംസ് ഓവർലോഡഡ്. അങ്ങനെ കമൻസ് നമുക്ക് ഇങ്ങനെ കുറേ കാണാൻ സാധിക്കേ. ഇനി ഇതിനകത്ത് ലാലേട്ടൻ ഇത് റിയൽ OG ക്യാമറ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ അധികം എന്താ പറയുക സീക്വൻസ് ഉള്ള ഒരു ക്യാമിയോ ആണെന്ന് തോന്നുന്നു. കാര്യം അതായിരിക്കുമല്ലോ ട്രെയിലറിനകത്ത് കാണിച്ചെന്നുള്ള ഞാൻ വിചാരിക്കുന്നു. ലാലേട്ടൻ കുറേ നാൾ മുന്നേ ആണെങ്കിൽ തൻ്റെ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇച്ചിരിയും കൂടെ പ്രായം കുറഞ്ഞ് ഇച്ചിരി ചാമിങ് ആയിട്ടൊരു ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് ഒരു മാല സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു പടമായിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. ഇതിനകത്ത് വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖലീഫ സിനിമയ്ക്ക് അതെന്തായാലും ഓണത്തിന് റിലീസിനുള്ളൂ. അതിനകത്ത് ലാലേട്ടൻ്റെ ക്യാരക്ടർ മമ്പറക്കൽ അഹമ്മദ് അലി, ആ പേര് തന്നെ എൻ്റെ പവർഫുൾ അല്ലേ, മമ്പറക്കൽ അഹമ്മദ് അലി. അങ്ങനെ ഒരു സാധനം തൊട്ട് സൈഡിൽ ഇനി വേറെ വലിയൊരു സാധനം വരാൻ കിടപ്പുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപ് സിനിമകളിലൊക്കെ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ക്ലീശ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ പറയുന്ന ഓടിപ്പോയിട്ട് ചാണകത്തിൽ ചവിട്ടി വീഴുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്ന കുറേ പരിപാടികളുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ട്രെയിലർ കണ്ടിട്ട് തോന്നിയൊരു സാധനമാണ്. അതായത് ഈ ഫസ്റ്റ് ഈ കാറിനകത്ത് നോക്കിയിട്ട് ചിരിച്ച് കാണിച്ചിട്ട് ഈ പല്ലിൻ്റെ എന്തൊരു വെള്ള ഇട്ടിട്ട് പോകുന്നില്ലേ, എനിക്ക് കണ്ടപ്പോൾ മറ്റേ CID മൂസയുടെ പണ്ടത്തെ ഒരു ക്ലൈമാക്സ് സീനിലെ കുറേ സംഭവങ്ങളില്ലേ, എനിക്ക് ഏതാണ്ട് അതുപോലത്തെ ഒരു പരിപാടിയൊക്കെ എന്തോ ഇങ്ങനെ ഫീൽ ചെയ്തിരുന്നു. പിന്നെ ഇവരുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ പല ആളുകൾക്കും സിനിമ കാണാനെ കൊണ്ടുള്ള ഒരു വേണ്ട, ഇന്ന ആളായതുകൊണ്ട് വേണ്ട എന്നുള്ള പല ആൾക്കാർക്കും ഒരു സാധനം കിടപ്പുണ്ടായിരിക്കും. ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് കലയെ ആസ്വദിക്കുക. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്ന ഒരു സാധനം തിയേറ്ററിൽ നമ്മൾ പൈസ മുടക്കി പോകുമ്പോൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്നുണ്ടോ ഇല്ലെന്നുള്ളത് മാത്രം നോക്കുക. ആ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ ഒരു കലേനെ ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് തോന്നുന്നത്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരും. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.